നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ കഴിക്കാൻ നല്ല രുചിയുള്ള ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടും എല്ലാം ഒരു 10 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിക്കാൻ നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഉരുളൻകിഴങ്ങ് ഈ ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലൊരു ഗ്രേറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്കോ കയ്യോ ഉപയോഗിച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ഒരു ചെറിയ സവാളയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ചില്ലി ഫ്ലേക്സിന് പകരം നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ദോശ ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയിലും നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിലിന് പകരം നെയ്യോ ബട്ടറോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. ഇവിടെ ഇപ്പോൾ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തതിന് ശേഷം ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്റർ റെഡിയാക്കി കഴിയുമ്പോൾ കൂടുതൽ തിക്കായിട്ട് പോകാതെയും കൂടുതൽ ലൂസായിട്ട് പോകാതെയും ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കേ വേണ്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കുമ്പോൾ കൂടുതൽ തിന്നായിട്ട് പരത്തിയെടുക്കാതെ കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിലോ ബട്ടറിലോ നമുക്ക് ഈ ദോശ മൊരിയിച്ചെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് 2 സൈഡും ഒരുപോലെ മൊരിയിച്ചെടുക്കണം. ദോശ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. നല്ല സോഫ്റ്റ് ദോശ ആയതുകൊണ്ട് തന്നെ ദോശ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാവൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ 2 സൈഡും ഒരുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ദോശയും റെഡിയാക്കി എടുക്കാം. കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു ദോശയാണിത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദോശ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്